ഉപയോഗശൂന്യമായ ഇരുമ്പ് വസ്തുക്കളും മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കളും തിരിച്ചെടുക്കുവാനായി ആളുകൾ വരാറില്ല. ഇതെന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇവ മാലിന്യമാകാതെ റീസൈക്കിൾ ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാനാണ് ഇവ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഫുഡ് വേസ്റ്റുകൾ കളക്ട് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന ഫുഡ് വേസ്റ്റിനെ നമ്മൾ റീസൈക്കിൾ ചെയ്ത് അത് പുതിയ പ്രൊഡക്ടിവിറ്റി ആക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇതിനായി നമുക്കൊരു ബൃഹത്തായ പ്രോജക്റ്റ് ആവശ്യമാണ്. ഈ പ്രോജക്റ്റിന്റെ പേരാണ് ഫുഡ് വേസ്റ്റ് റീസൈക്ലിംഗ് ഡയറി പ്രോജക്റ്റ്. ഇതിനായി നമുക്കൊരു പശു വളർത്തൽ ഫാം ആവശ്യമാണ്. ഒരു പാൽ സംസ്കരണ യൂണിറ്റ് ഒരുക്കുന്നു, ഒരു ബയോഗ്യാസ് യൂണിറ്റ് ഒരുക്കുന്നു, ഒരു മണ്ണിര കമ്പോസ്റ്റ്, ഒരു പുൽപ്പാടം, ഒരു ജൈവ കൃഷിത്തോട്ടം, പിന്നെ ഒരു താറാവ് ഫാം ഒരുക്കുന്നു, ഒരു പോത്ത് ഫാം, അതിനോടൊപ്പം ഒരു പന്നി ഫാം. പിന്നെ നമുക്കൊരു കുളം ആവശ്യമാണ്. ഒരു മഴവെള്ള സംഭരണം ഒരുക്കുന്നു, ഒരു മലിനജല സംഭരണി ഒരുക്കുന്നു, പിന്നെ സൗരോർജ്ജ പാടം ഒരുക്കുന്നു. അതിനോടൊപ്പം EV വെഹിക്കിൾ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സ്റ്റേഷനും കൂടി നമ്മളിവിടെ ഒരുക്കുന്നു. നമ്മൾ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന യൂണിറ്റിൽ വെച്ച് മീൻ വേസ്റ്റ്, പഴം പച്ചക്കറി വേസ്റ്റ്, പാകം ചെയ്ത ആഹാര വേസ്റ്റ് എന്നിങ്ങനെ 3ആയി തരംതിരിക്കുന്നു. അതിൽ മീൻ വേസ്റ്റ് നമ്മൾ താറാവുകൾക്ക് ആഹാരമായി നൽകുന്നു. പഴം പച്ചക്കറി പോത്തിനും, പാകം ചെയ്ത ആഹാരം പന്നിക്കും കൊടുക്കുന്നതിലൂടെ നമ്മൾ കൊണ്ടുവന്ന ആഹാര വേസ്റ്റ് അവിടെ ഇല്ലാതാവുകയും അതിനോടൊപ്പം ഒരു താറാവ് മുട്ട തരുകയും പോത്തും പന്നിയും മാംസം തരുകയോടൊപ്പം ഒരു പ്രൊഡക്ടിവിറ്റി അവിടെ ഉണ്ടാകുന്നു. ഈ സംരംഭത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്കൊരു ബിസിനസ് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മളൊരു പശു വളർത്തൽ ഫാം ഒരുക്കുന്നു. പശു നമുക്ക് പാല് തരും. ആ പാല് നമ്മൾ പാൽ സംസ്കരണ യൂണിറ്റിലേക്ക് കൊണ്ടുപോയി അതിനെ വിവിധ തരം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. പിന്നെ ബയോഗ്യാസ് യൂണിറ്റ്, പശു വളർത്തൽ ഫാമിൽ നിന്ന് കിട്ടുന്ന ചാണകത്തെ നമ്മൾ ബയോഗ്യാസ് യൂണിറ്റിൽ കൊണ്ടുപോയി ബയോഗ്യാസായി മാറ്റുന്നു. ആ ബയോഗ്യാസിനെ പാൽ സംസ്കരണ യൂണിറ്റിൽ കൊണ്ടുവന്ന് എനർജിയാക്കി ഉപയോഗിക്കുന്നു. ഇനി ഇവിടെ നിന്ന് ബാക്കി വരുന്ന മാലിന്യത്തെ നമ്മൾ മണ്ണിര കമ്പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൂടാതെ താറാവ് ഫാമിൽ നിന്നും പോത്ത് ഫാമിൽ നിന്നും പന്നി ഫാമിൽ നിന്നും ലഭിക്കുന്ന മാലിന്യത്തെയും ഇവിടെ കൊണ്ടുപോയി മണ്ണിര കമ്പോസ്റ്റിലേക്ക് ചേർക്കുന്നു. ഈ മണ്ണിര കമ്പോസ്റ്റിനെ നമുക്ക് പുൽപ്പാടത്തിലേക്കും ജൈവ കൃഷി തോട്ടത്തിലേക്കും വളമായി ഉപയോഗിക്കാവുന്നതാണ്. ഈ പുല്ല് തന്നെയാണ് നമ്മൾ പശുവിന് ആഹാരമായി കൊടുക്കുന്നത്. ഈ ജൈവ കൃഷി തോട്ടത്തിൽ ഉണ്ടാകുന്ന പച്ചക്കറിയെ നമുക്ക് മാർക്കറ്റിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാവുന്നതാണ്. ഇത്രയും കാര്യം ചെയ്യുന്നതിന് നമുക്ക് ധാരാളം ജലം ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കുളം നിർമ്മിക്കുന്നു. മഴക്കാലത്ത് ധാരാളം മഴവെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ശേഖരിക്കാനായി നമുക്കൊരു മഴവെള്ള സംഭരണി ഒരുക്കുന്നു. പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ബാക്കി മലിനമാകുന്ന ജലം നമ്മളൊരു സംഭരണിയിൽ ശേഖരിച്ച് വെച്ച് ഈ ജലത്തെ നമ്മൾ പുൽപ്പാടം നനയ്ക്കുന്നതിനായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ധാരാളം ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മളൊരു സൗരോർജ്ജ പാടം ഇവിടെ ഒരുക്കുന്നു. അതിനോടൊപ്പം EV വെഹിക്കിൾ ചാർജ് ചെയ്യാനായി നമ്മളൊരു ചാർജിങ് സ്റ്റേഷനും കൂടി ഇവിടെ ഒരുക്കുന്നു. ആ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഈ വാഹനം നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ഈ പദ്ധതിയിലൂടെ നമ്മൾ പ്രകൃതിയിലെ മാലിന്യങ്ങൾ ഇല്ലായ്മ ചെയ്യുക മാത്രമല്ല, പ്രകൃതിയിലേക്ക് നമ്മൾ ഒരു തരത്തിലും മാലിന്യങ്ങൾ പുറന്തള്ളുന്നില്ല എന്നതാണ് ഈ പ്രൊജക്റ്റിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഈ പദ്ധതിക്ക് വേണ്ടി യാതൊരു തരത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നില്ല എന്നതാണ് ഈ പദ്ധതിയുടെ രണ്ടാമത്തെ പ്രത്യേകത. വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, ഈ പദ്ധതിക്ക് വേണ്ടി ഒരു തവണ മാത്രമേ പണം ചെലവഴിക്കേണ്ടതുള്ളൂ എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നന്ദി, നമസ്കാരം.